നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഒരു ചെറിയ വീഡിയോ ആണ് ചെയ്യുന്നത്. ഇതിൽ കാര്യമായിട്ടുള്ള വലിയ ഇതൊന്നുമില്ല. ഇതിപ്പം ഞാനൊരു ഹൂബ്ലി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ ഒരു അശോക് ലൈലാൻഡ് ട്രെയിനിങ് സെൻ്റർ ഉണ്ട്. ഇവിടെ വന്നാണ് ഇതിനെപ്പറ്റിയുള്ള വീഡിയോയും ഇനി അടുത്തുള്ള കുറച്ച് സ്ഥലങ്ങളും കാണിച്ചു തരാം. ഇവിടെ കുറേ ഇൻഡസ്ട്രിയൽ ഏരിയയൊക്കെയാണ്. ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുണ്ടാവുക. ഓക്കെ, നമുക്ക് വീഡിയോ കാണാം. ഞാനുള്ളത് ഇപ്പോൾ ഹൂബ്ലി എന്ന് പറഞ്ഞ സ്ഥലത്താണ്, കർണാടക. അപ്പോൾ ഇവിടെ ഹൂബ്ലിയിലൊരു ഇൻഡസ്ട്രിയൽ ഏരിയ ആണത്. ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മളവിടുത്തെ മാതിരിയല്ല. ഇൻഡസ്ട്രീസിനെ എല്ലാം ഒരുപാട് സ്വാഗതം ചെയ്യുന്ന ഒരു രീതിയാണ് ഇവിടെ ഉള്ളത്. ആര് എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റോ കാര്യങ്ങളോ നടത്താൻ വന്നാലും അവരെല്ലാം സ്വീകരിച്ച്, കാരണം ഇഷ്ടംപോലെ സ്ഥലവും കാര്യങ്ങളും ഉണ്ട്, കറണ്ടുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ കമ്പനികൾ വരുമ്പോഴെല്ലാം എന്തെങ്കിലും ഒരു ചെറുകിട കമ്പനിയൊക്കെ തുടങ്ങാനായിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ സ്ഥലമുണ്ട്, ഇൻഡസ്ട്രിയൽ ഏരിയ ആണത്. ഇവിടെ സ്ഥലം കൊടുക്കും അവർ. അപ്പം അങ്ങനെ ഇഷ്ടം പോലെ കമ്പനിയാണ്. ഇവിടെ ആണെങ്കിൽ നോക്കുകയാണെങ്കിൽ ഇതേമാതിരി നിറച്ചും കമ്പനികളൊക്കെ ഇരിക്കും ഇവിടെ. ഇവിടെ കൂടുതലായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ടെക്സ്റ്റൈല്, ഇരുമ്പ്, ഇങ്ങനെയൊക്കെയാണ് ഹൂബ്ലിയെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനകത്ത് നിറച്ച് ഇതേമാതിരി വിൻഡോ ഡോർ സൊല്യൂഷൻസ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പല സൈസ് നമ്മളവിടെ ഉണ്ട്, ഇതേമാതിരിയൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ ചെറിയ 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 കമ്പനികളാണെങ്കിൽ പോലും ഇങ്ങനെ ഇഷ്ടംപോലെ ഉണ്ടാവും. അപ്പം അതൊക്കെയാണ് ഇവിടുത്തെ ഹൂബ്ലിയിൽ ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്തെ പ്രത്യേകത. പക്ഷേ ഇവിടെ അടുത്ത് കടകളോ കാര്യങ്ങളൊന്നും അങ്ങനെ അധികം ഉണ്ടാകത്തില്ല, കാരണം എല്ലാ കമ്പനികളാണ്. കമ്പനികളിൽ തന്നെ അവിടെയുള്ളവരൊക്കെ അവിടെ തന്നെ കുക്ക് ചെയ്ത് കഴിക്കുകയും അങ്ങനെയൊക്കെ താമസിക്കുകയൊക്കെ ചെയ്ത് ജോലി ചെയ്യുന്നവരൊക്കെ ആയിരിക്കും കൂടുതൽ. ഇവിടെ ഞാനിപ്പോൾ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡ്രൈവിംഗ് സ്കൂളുണ്ട്, ഡ്രൈവിംഗ് ട്രെയിനിങ് സെൻ്ററാണ്. അശോക് ലൈലാൻഡും കർണാടക റോഡ് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റും കൂടി ചേർന്ന് നടത്തുന്ന ഒരു ഡ്രൈവിംഗ് സ്കൂളാണ്. അവിടെ ഒരു ഹംഗറിക്ക് പോകാനുള്ള ഒരു ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇവിടെ വന്നത്. നമ്മുടെ എറണാകുളത്ത് നിന്ന് ഏകദേശം 900 കിലോമീറ്ററോളം ഉണ്ട് ഇവിടം വരെ. ഇത്രയും ദൂരമാണ് യാത്ര ചെയ്തത്. അശോക് ലൈലാൻഡിൻ്റെ വണ്ടിയാണ് പോണത്. ട്രെയിനിങ് സ്കൂളിൽ വണ്ടി ഓടിക്കണവരാണ്, പെണ്ണുങ്ങളാണ്. അവർ പെണ്ണാണ് ഓടിച്ചുകൊണ്ട് പോകുന്നത്. അതിനകത്ത് ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ട്രെയിൻ ചെയ്യിക്കണവർ ഇൻഡസ്ട്രിയൽ ഏരിയക്കകത്തൂടെ ഇവരിങ്ങനെ നല്ല സ്പീഡിൽ വണ്ടി ഓടിച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും ഓടിക്കാൻ പഠിപ്പിക്കും അവർ പെണ്ണുങ്ങളെ. ഇവിടെ ഇതേമാതിരി ഇത് കാട്ടിലേക്ക് കാണുന്ന സൈസൊരു മരമായത്. ഇതൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. എരുക്ക്, നമ്മുടെ നാട്ടിലുള്ള എരുക്ക് എന്ന് പറഞ്ഞ ഇതാണ്. ഉണ്ടോ, ചറവൊക്കെ ഇഷ്ടം പോലെ അതിന്. ഇത് നീരൊക്കെ വന്നു കഴിഞ്ഞാൽ ചതവ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ വെക്കാവുന്ന ഒരു ഇതാണ് എരുക്ക്. ആണിത്. ട്രെയിൻ സെൻ്ററിലെ വണ്ടിയല്ല, നേരത്തെ പോയത് ട്രെയിൻ സെൻ്ററിലെ വണ്ടിയാണ്. ഇതിലേക്കാണ് ഇങ്ങനെയൊക്കെയാണ് ഓടിച്ച് പഠിപ്പിക്കുന്നത് ഇവർ. ട്രെയിനിങ് സെൻ്ററിൻ്റെ അകത്തല്ല, നാമക്കലിൽ ട്രെയിനിങ് സെൻ്ററിൻ്റെ അകത്തുകൂടിയാണ് വണ്ടി ഓടിക്കണമെങ്കിൽ ഇവിടെ ഇൻഡസ്ട്രിയൽ ഏരിയയുടെ അകത്തുകൂടിയാണ് വണ്ടി ഓടിച്ച് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പെണ്ണുങ്ങൾക്കൊക്കെ പ്രത്യേകം ഇതുണ്ട് ഇവിടെ. പെൺകുട്ടികൾക്കൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ പ്രത്യേക ഇതാണ്, പ്രിവിലേജ് ഉണ്ട് പെണ്ണുങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ടൊക്കെ. അപ്പം അങ്ങനെ പ്രത്യേകതകളൊക്കെ ഒരുപാടുണ്ട് ഇവിടത്തേക്കൊക്കെ. ഇഷ്ടംപോലെ ഇൻഡസ്ട്രീസാണ്. നോക്കണേ, എല്ലായിടത്തും അതെ വേണ്ട. എങ്ങനെ നോക്കിയാലും ഇൻഡസ്ട്രീസ്. നമ്മളിപ്പോൾ ആ ലോറി എടുക്കുന്ന എന്ത് സാധനം എന്നറിയും, ഇത് നമ്മുടെ നാട്ടിൽ നിന്നും എല്ലായിടത്തു നിന്നും കളക്ട് ചെയ്യുന്ന കുപ്പികളില്ലേ, വഴി കിടക്കുന്ന കുപ്പിയൊക്കെ പറക്കിക്കൊണ്ട് വരുന്ന പരിപാടി. ആ കുപ്പികൾ ആണ് ആ കാണുന്നത്. അത് പക്ഷേ വെറുതെ കുപ്പിയായിട്ടല്ല, അതിനെല്ലാം ഇങ്ങനെ ഭയങ്കരമായിട്ട് പ്രസ് ചെയ്ത് കംപ്രസ് ചെയ്ത് ഓരോ ക്യൂബുകൾ മാതിരിയാക്കുക. ഒരു 4-5 അടി ഉള്ള ക്യൂബുകളാക്കിയിട്ട് അങ്ങനെയാണിത് കൊണ്ടുപോകുന്നത്. ഓരോ ക്യൂബായിട്ട്. അത് ഞാനിപ്പോൾ അവിടെ ചെല്ലുമ്പോൾ കാണിച്ചു തരാം. അവിടെ ചെല്ലട്ടെ.
അതങ്ങനെ ഫില്ല് ചെയ്ത് വേറെ എവിടത്തേക്ക് കൊണ്ടുപോവാം. എങ്ങോട്ടാ കൊണ്ടുപോകണമെന്ന് എനിക്കറിയില്ല, അവരുടെ അടുത്ത് ചോദിച്ചിട്ടില്ല. ചോദിച്ചാൽ പറഞ്ഞു തരുമെന്നും എനിക്കറിയില്ല, നോക്കാം. ഇവിടെ ആണെങ്കിൽ നോക്കുകയാണെങ്കിൽ ഇതേമാതിരി നിറച്ചും കമ്പനികളൊക്കെ ഇരിക്കും ഇവിടെ. ഇവിടെ കൂടുതലായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ടെക്സ്റ്റൈല്, ഇരുമ്പ്, ഇങ്ങനെയൊക്കെയാണ് ഹൂബ്ലിയെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനകത്ത് നിറച്ച് ഇതേമാതിരി വിൻഡോ ഡോർ സൊല്യൂഷൻസ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പല സൈസ് നമ്മളവിടെ ഉണ്ട്, ഇതേമാതിരിയൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ ചെറിയ ചെറിയ കമ്പനികളാണെങ്കിൽ പോലും ഇങ്ങനെ ഇഷ്ടംപോലെ ഉണ്ടാവും. അപ്പം അതൊക്കെയാണ് ഇവിടുത്തെ ഹൂബ്ലിയിൽ ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്തെ പ്രത്യേകത. പക്ഷേ ഇവിടെ അടുത്ത് കടകളോ കാര്യങ്ങളൊന്നും അതിന് അധികം ഉണ്ടാകത്തില്ല. കാരണം എല്ലാ കമ്പനികളാണ്. കമ്പനികളിൽ തന്നെ അവിടെയുള്ളവരൊക്കെ അവിടെ തന്നെ കുക്ക് ചെയ്ത് കഴിക്കുകയും അങ്ങനെയൊക്കെ താമസിക്കുകയൊക്കെ ചെയ്ത് ജോലി ചെയ്യുന്നവരൊക്കെ ആയിരിക്കും കൂടുതൽ. ഇവിടെ ഞാനിപ്പോൾ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡ്രൈവിംഗ് സ്കൂളുണ്ട്, ഡ്രൈവിംഗ് ട്രെയിനിങ് സെൻ്ററാണ്. അശോക് ലൈലാൻഡും കർണാടക റോഡ് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റും കൂടി ചേർന്ന് നടത്തുന്ന ഒരു ഡ്രൈവിംഗ് സ്കൂളാണ്. അവിടെ ഒരു ഹംഗറിക്ക് പോകാനുള്ള ഒരു ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇവിടെ വന്നത്. നമ്മുടെ എറണാകുളത്ത് നിന്ന് ഏകദേശം 900 കിലോമീറ്ററോളം ഉണ്ട് ഇവിടം വരെ. ഇത്രയും ദൂരമാണ് യാത്ര ചെയ്തത്. അശോക് ലൈലാൻഡിൻ്റെ വണ്ടിയാണ് പോണത്. ട്രെയിനിങ് സ്കൂളിൽ വണ്ടി ഓടിക്കണവരാണ്, പെണ്ണുങ്ങളാണ്. അവർ പെണ്ണാണ് ഓടിച്ചുകൊണ്ട് പോകുന്നത്. അതിനകത്ത് ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ട്രെയിൻ ചെയ്യിക്കണവർ ഇൻഡസ്ട്രിയൽ ഏരിയക്കകത്തൂടെ ഇവരിങ്ങനെ നല്ല സ്പീഡിൽ വണ്ടി ഓടിച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും ഓടിക്കാൻ പഠിപ്പിക്കും അവർ പെണ്ണുങ്ങളെ. ഇവിടെ ഇതേമാതിരി ഇത് കാട്ടിലേക്ക് കാണുന്ന സൈസൊരു മരമായത്. ഇതൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. എരുക്ക്, നമ്മുടെ നാട്ടിലുള്ള എരുക്ക് എന്ന് പറഞ്ഞ ഇതാണ്. ഉണ്ടോ, ചതവൊക്കെ ഇഷ്ടം പോലെ അതിന്. ഇത് നീരൊക്കെ വന്നു കഴിഞ്ഞാൽ ചതവ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ വെക്കാവുന്ന ഒരു ഇതാണ് എരുക്ക്. ആണിത്. ട്രെയിൻ സെൻ്ററിലെ വണ്ടിയല്ല, നേരത്തെ പോയത് ട്രെയിൻ സെൻ്ററിലെ വണ്ടിയായിരുന്നു. ഇതിലേക്കാണ് അങ്ങനെയൊക്കെയാണ് ഓടിച്ച് പഠിപ്പിക്കുന്നത്. ഇവർ ട്രെയിനിങ് സെൻ്ററിൻ്റെ അകത്തല്ല, നാമക്കലിൽ ട്രെയിനിങ് സെൻ്ററിൻ്റെ അകത്തുകൂടിയാണ് വണ്ടി ഓടിക്കണമെങ്കിൽ ഇവിടെ ഇൻഡസ്ട്രിയൽ ഏരിയയുടെ അകത്തുകൂടിയാണ് വണ്ടി ഓടിച്ച് പഠിപ്പിക്കുന്നത്. അപ്പോൾ പെണ്ണുങ്ങൾക്കൊക്കെ പ്രത്യേകം ഇതുണ്ട് ഇവിടെ. പെൺകുട്ടികൾക്കൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ പ്രത്യേക ഇതാണ്, പ്രിവിലേജ് ഉണ്ട് പെണ്ണുങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ടൊക്കെ. അപ്പം അങ്ങനെ പ്രത്യേകതകളൊക്കെ ഒരുപാടുണ്ട് ഇവിടത്തേക്കൊക്കെ. ഇഷ്ടംപോലെ ഇൻഡസ്ട്രീസാണ്. നോക്കണേ, എല്ലായിടത്തും അതെ കണ്ടോ, എങ്ങനെ നോക്കിയാലും ഇൻഡസ്ട്രീസ്. നമ്മളിപ്പോൾ ആ ലോറി എടുക്കുന്ന എന്ത് സാധനം എന്ന് പറയും, ഇത് നമ്മുടെ നാട്ടിൽ നിന്നും എല്ലായിടത്തു നിന്നും കളക്ട് ചെയ്യുന്ന കുപ്പികളില്ലേ, വഴി കിടക്കുന്ന കുപ്പിയൊക്കെ പറക്കിക്കൊണ്ട് വരുന്ന പരിപാടി. ആ കുപ്പികൾ ആണ് ആ കാണുന്നത്. അത് പക്ഷേ വെറുതെ കുപ്പിയായിട്ടല്ല, അതിനെല്ലാം ഇങ്ങനെ ഭയങ്കരമായിട്ട് പ്രസ് ചെയ്ത് കംപ്രസ് ചെയ്ത് ഓരോ ക്യൂബുകൾ മാതിരിയാക്കുക. ഒരു 4-5 അടി ഉള്ള ക്യൂബുകളാക്കിയിട്ട് അങ്ങനെയാണിത് കൊണ്ടുപോകുന്നത്. ഓരോ ക്യൂബായിട്ട്. അത് ഞാനിപ്പോൾ അവിടെ ചെല്ലുമ്പോൾ കാണിച്ചു തരാം. എടുത്തതട്ടെ. അതങ്ങനെ ഫില്ല് ചെയ്ത് വേറെ എവിടത്തേക്ക് കൊണ്ടുപോവാം. എങ്ങോട്ടാ കൊണ്ടുപോകണമെന്ന് എനിക്കറിയില്ല, അവരുടെ അടുത്ത് ചോദിച്ചിട്ടില്ല. ചോദിച്ചാൽ പറഞ്ഞു തരുമെന്നും എനിക്കറിയില്ല, നോക്കാം. हाँ हाँ, अच्छा अच्छा अच्छा। अंदर जाने से हाँ, अच्छा अच्छा अच्छा। ये कितना किलो रहेगा ये 180 आता, 200 आता, 250 आता। एक ये एक बंडल 250 तक आता है, बड़ा वाला 250 तक आता है। अच्छा अच्छा। छोटा 50 kg आता, 100 kg आता, 150 आता, 180 आता। सभी यही है, बोतल है? हाँ, सभी बॉटल है।
बहुत मार्जिन है भाई। हाँ मार्जिन मालूम नहीं क्या है इधर। लेकिन ये पहली बार देख रहा हूँ, मतलब ऐसे करके ये करके रखा है, पेपर वगैरह ऐसा करके रखता है ना, पहली बार देख रहा हूँ। वेस्टेज क्या नहीं है, हाँ सब भी जाता है। सभी जाता है ना, कुछ भी वेस्ट नहीं होता, आज सभी रिसाइकिल। आपके माहौल में क्या वेस्ट है यार? हाँ सभी कचरा भी लेता अच्छा है, भोजन भी लेता अच्छा है, सभी लोग। ये 10 रुपये के जो है तो वाइट है ना, हाँ ये 30 रुपये के जी है। अच्छा अच्छा मन हेरिद वल्प నువ్వు కన్నడిగానా? 50 रुपये के जी था। నువ్వు కన్నడగా? लेकिन अच्छा हिंदी बोल रहे हो। सर थैंक्स। അതാണ് പറഞ്ഞത്, ഒന്നും വേസ്റ്റില്ല. അവർ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഒരു സാധനവും വേസ്റ്റില്ല എന്ന് പറയണത്. അവിടെ പേപ്പർ ആണെങ്കിലും കൊള്ളാം, പ്ലാസ്റ്റിക് ആണെങ്കിലും കൊള്ളാം, ഒന്നും വേസ്റ്റ് അല്ല, എല്ലാം റീസൈക്കിൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതേമാതിരി ബോട്ടിൽ കിടക്കുന്ന പെറുക്കിക്കൊണ്ട് വരുന്ന അവർ വെള്ള ബോട്ടിലാണെങ്കിൽ കിലോയ്ക്ക് 30 രൂപ, അങ്ങനെയൊക്കെയാണ് റേറ്റ് പറയണത്. അപ്പോൾ ഓരോ കണക്കാണ്, ഓരോന്നിനും ഓരോ എല്ലാത്തിനും വിലയിട്ടിട്ട് അവർ എടുക്കുന്നുണ്ട്. എല്ലാം റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കും. അങ്ങനത്തെ പരിപാടിയാണ് ഇവിടെയൊക്കെ. അപ്പോൾ ഇങ്ങനത്തെ ഓരോ ഇൻഡസ്ട്രീസൊക്കെയാണ് ഈ കാണുന്നതിനകത്തെല്ലാം ഉള്ളത്. ഇവിടെ ഇഷ്ടംപോലെ ചെറുകിട കമ്പനികളുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ ബിസിനസ് ഇങ്ങനെ നടക്കുന്നുണ്ട്, പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, എല്ലാം നല്ലതാണ്. കുറേ ആൾക്കാർക്ക് ജോലി കിട്ടും, കുറേ ആൾക്കാർക്ക് ബിസിനസ്സായി, പല കാര്യങ്ങളായി. എല്ലാം ലിങ്ക്ഡാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക് ചെയ്ത് കിടക്കുക. അതാണ് അതിനകത്ത് കാണുന്നത്. അപ്പോൾ അവരാണെങ്കിൽ പണിക്കാരാണ്, അവരുടെ അടുത്ത് ഞാൻ ഹിന്ദിയിലാണ് ചോദിച്ചത്. ഹിന്ദിക്കകത്ത് ചോദിക്കുമ്പോൾ അവർക്ക് ഹിന്ദി അറിയാം. ഞാൻ നോക്കിയപ്പോൾ അവർ കന്നഡികാസാണ്. പൊതുവിൽ കന്നഡക്കാർ ഹിന്ദി പറയാറില്ല, അവർക്ക് ഹിന്ദിയോട് അത്ര താല്പര്യമല്ല. പക്ഷെ ഇവർ ഹിന്ദി പറയുന്നു. അതാണ് ഞാൻ ചോദിച്ചത്, അവർ കന്നഡകയാണ് പക്ഷെ ഹിന്ദി നല്ലോണമൊക്കെ പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. കാരണം ചിലപ്പോൾ മിക്കവാറും ഈ ലോറിക്കാരൊക്കെ ആയിട്ട് കൂടുതൽ സംസാരിക്കണോണ്ടൊക്കെ ഇരിക്കും. ഇതൊരു പ്രത്യേകതയാണ് ഇവിടുത്തെ. ഇതൊരു ട്രെയിനിങ് സെൻറ്ററിൻ്റെ വണ്ടിയാണ് കണ്ട ഈ പോകുന്നത്. പക്ഷെ ഇത് പെണ്ണുങ്ങളാണ്, ഇത് മുഴുവൻ വണ്ടികൾ ഓടിക്കുന്നത് പെണ്ണുങ്ങളാണ്. പെണ്ണുങ്ങൾ മാത്രമേ വണ്ടി ഓടിക്കത്തുള്ളൂ. ട്രെയിനിങ് കൊടുക്കുന്ന പെണ്ണുങ്ങൾക്കാണെന്ന് തോന്നുന്നു കൂടുതലായിട്ട് ഇവിടെ വണ്ടി ഓടിക്കാനുള്ള ട്രെയിനിങ് ഈ ട്രെയിനിങ് സെൻറ്ററിൽ. പട്ടികൾ കളിക്കുക കണ്ടോ, രണ്ടുപേരും തമ്മിൽ കളിക്കുക. വഴക്കുണ്ടാക്കുന്ന കളിക്കുന്നവർ. ആൾ വരുന്നത് ഒക്കെ നല്ല ആരോഗ്യത്തിലാണ് നിൽക്കുന്നത്. അവർ 3 പേരും നല്ല ആരോഗ്യത്തിലാണ്. പക്ഷെ അല്ലാത്ത പട്ടികളും ഉണ്ട് കേട്ടോ ഇവിടെ. ഇത് വിറക് കത്തിക്കാൻ വേണ്ടിയൊക്കെ എടുക്കാൻ പറ്റുന്ന വിറകുകളുണ്ടോ, വിറക് ശേഖരിക്കുന്ന ഇവിടുന്നൊക്കെ. ഓവർസീസ് ട്രേഡേഴ്സ്, അതിനേക്കാൾ ഇഷ്ടംപോലെ കമ്പനികൾ ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട്. തൊട്ടാവാടി ഇഷ്ടം പോലെ, രണ്ട് സൈഡിലും തൊട്ടാവാടി ഇഷ്ടം പോലെ ഉണ്ട്. ഇതേമാതിരി
കുറ്റിച്ചെടികളാണ്. ചെറിയ ചെറിയ വലിയ മരങ്ങളൊന്നും ഇവിടെ ഉണ്ടാവുന്നില്ല അധികം. ഇത്ര ഏരിയയിൽ ഇവിടെയുള്ള ഏക ഒരു ഹോട്ടലാണ്. ഒരെണ്ണമല്ല, ഇത് ഒരെണ്ണമുണ്ട്. ഇവിടെ കുറേ ചേച്ചിമാരാണ് ഈ കട നടത്തുന്നത്. ചേച്ചിയും ഒരു ഫാമിലിയാണ് നടത്തുന്നത്. അതുണ്ട്. പിന്നെ അപ്പുറത്ത് വേറൊരു ഹോട്ടലുണ്ട്. 2 ഹോട്ടലേ ഉള്ളൂ ഇവിടെ. അത് ഞാൻ അടുത്ത് കാണിച്ചു തരാം. കുറച്ചാണ് പോകണം. അടുത്ത 2 ഗ്ലാമർ പട്ടികൾ. എന്ത് രസം കാണാനുണ്ടതിനെ. ഇതും പഠിപ്പിക്കണമെന്ന് തോന്നുന്നല്ല. ഇത് പഠിപ്പിക്കണമല്ല. നല്ല വെയിലാണ്, പക്ഷേ ചൂടുണ്ട്. വെയിൽ നല്ല ചൂടാണ്. ഭയങ്കര ഡ്രൈനെസ്സാണ് ഇവിടെ. ഹ്യൂമിഡിറ്റി കുറവാണ്. പക്ഷേ കുറേ നടന്നാൽ വേർക്കുണ്ട് കേട്ടോ. കുറേ നടന്നാൽ വേർക്കും. അല്ലാണ്ടെങ്കിൽ ഇങ്ങനെ കാറ്റടിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ചെറിയൊരു തണലുണ്ടെങ്കിൽ സുഖമാണ് നടക്കാൻ. ഇപ്പോൾ ഈ തണലത്തേക്ക് വന്നു കഴിഞ്ഞാൽ തണുപ്പാവും. ഇവിടെ നല്ല വെയിലാണെങ്കിൽ തണൽ വരുമ്പോഴേക്കും തണുപ്പായി. തണുത്ത് നടക്കാൻ വേറെ കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നല്ല വെയിൽ നേരെ അടിച്ചുകൊണ്ടിരിക്കും. നല്ല ചൂടെടുക്കും. എന്തായാലും ഞാൻ ആ പ്ലാസ്റ്റിക് ഇത് അങ്ങനെ ബണ്ടിലായിട്ട് വെച്ചേക്കുന്നത് ആദ്യമായിട്ടാണ്. 100 കിലോയൊക്കെയാണ് ഒരു ബണ്ടിലിൻ്റെ വെയിറ്റ്. 60 കിലോ, 70 കിലോ, 80 കിലോ, 100 കിലോ ഇങ്ങനെയൊക്കെ വെയിറ്റാണ്. ഇങ്ങനെയാണ് ആ പ്ലാസ്റ്റിക് ബോട്ടിലുകളെല്ലാം ബണ്ടിലുകളാക്കി ഇത് ഓരോ സ്ഥലങ്ങളിലേക്ക് കയറ്റി വിടുകയാണ് അവർ. അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ. അതവരുടെ ഗോഡൗണെന്നാണ് പറഞ്ഞത്. ഇത് വേറെ ആൾക്കാർ ഇതിനെ അങ്ങനെ ആക്കിയിട്ട് ആ ഗോഡൗണിൻ്റെ അവിടെ കൊണ്ട് നോക്കും. വണ്ടികൾ വരും, അത് കയറ്റിക്കൊണ്ട് വേറെ സ്ഥലങ്ങളിലേക്ക് പോകും. എന്നിട്ട് അവിടെ കൊണ്ടുപോയി അതിനെ റീസൈക്കിൾ ചെയ്ത് വീണ്ടും കുപ്പികളാക്കിയിട്ടും ഒക്കെ തിരിച്ചു വരും. ഇതൊക്കെയാണ് ഓരോ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ. ഇങ്ങനെയൊക്കെയാണ് ഓരോ ജോലികളുണ്ടാകുന്നത്. അപ്പോൾ ആരെയും കുറച്ച് കാണാൻ പറ്റില്ല. അവിടെ പിറക്കാൻ വരുന്നവരാണെങ്കിലും ഒരു വലിയൊരു സംഭവത്തിൻ്റെ ഭാഗമായിട്ട് മാറുന്നതാണ്. അത്രേ ഉള്ളൂ. ഇവിടെ ഇതൊരു ഹോട്ടലാണ്. ഇതൊരു ചെറിയ ഹോട്ടലാണ് കാണുന്നത്. ഇത് കാണാൻ പറ്റില്ല. ഇതൊരു ഹോട്ടലാണ്. ഇതേ ഉള്ളൂ. ഈ 2 ഹോട്ടൽ മാത്രമേ ഇവിടെ ഉള്ളൂ. ബാക്കി മുഴുവൻ ഇങ്ങനെ ഇൻഡസ്ട്രീസും കാര്യങ്ങളൊക്കെയാണ്. നേരത്തെ പറഞ്ഞല്ലോ ഒരു ട്രെയിനിങ് സെൻ്ററിൻ്റെ കാര്യം പറഞ്ഞില്ല. ഇതാണ് ട്രെയിനിങ് സെൻറ്റർ. ഇപ്പോൾ കാണിച്ചുതരാം. ഇതാ അശോക് ലൈലാൻഡിൻ്റെ ഇതാണ് അശോക് ലൈലാൻഡിൻ്റെ ഇത് ബോർഡ് കാണാൻ പറ്റിയിരിക്കും നിങ്ങൾക്ക് ഇവിടെ. എന്താ അശോക് ലൈലാൻഡിൻ്റെ ഇതാണ്. കർണാടക ഡിപ്പാർട്ട്മെൻറ്റിൽ അവരോട് ചേർന്ന് നടത്തുന്ന ഹൂബ്ലിയിൽ ഇവിടെ ട്രസ്റ്റ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കും. ഇതിപ്പോൾ വണ്ടി സ്ട്രെയിറ്റ് റിവേഴ്സ് വരുന്നു. ഇവിടുന്ന് മാതിരി പോവും. അതിനായിട്ടൊരു 90 ഡിഗ്രിയിൽ ലെഫ്റ്റ് ആൻഡ് റൈറ്റും എടുക്കും. ഇതാണ് അതിൻ്റെ ടെസ്റ്റ്. ഇവിടെ ഒരു ടെസ്റ്റ് നടക്കുന്നുണ്ട് പറഞ്ഞല്ലോ. വീഡിയോ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ. അതിന് പ്രാക്ടീസ് നടക്കുന്നത്. അത് കുറച്ച് പേർക്ക് പ്രാക്ടീസ് കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഇതൊക്കെ ഈ ലൈസൻസ് എടുക്കാനൊക്കെ ആയിട്ട് വരുന്നവർ വന്നേക്കുന്നതൊക്കെയാണിത്. വണ്ടിയൊക്കെ ആയിട്ട് റിന്യൂവലിനും ഇവിടെ വന്നൊരു ദിവസം ക്ലാസ് അറ്റൻഡ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി വരുന്നത് ഇതൊക്കെ. ഈ വണ്ടികളൊക്കെ അവർ അതിനുവേണ്ടി വരുന്ന ഹെവി ലൈസൻസ് റിന്യൂവലിന് വേണ്ടി വരുന്നത്.
അവിടെ നമ്മുടെ 2 സുഹൃത്തുക്കൾ നിൽക്കുന്നുണ്ട്. അവരും ടെസ്റ്റ് വണ്ടി വന്നാൽ വേറെ വണ്ടിയാണ് അത്. അവർ ലോഡുമായിട്ട് വന്നാൽ ഇവിടെ കാണിച്ചു തരാം. ഇതാണ് ഡ്രൈവിംഗ് സ്കൂൾ എന്ന് പറഞ്ഞത്. പിന്നെ ഇൻട്രസ്റ്റ് പെണ്ണുങ്ങളിലേക്കുണ്ട്. പെണ്ണുങ്ങളാണ് ഇവിടെ പഠിക്കാൻ വേണ്ടി വരുന്നത് കൂടുതലും. ഇവിടെ കുറച്ച് സുഹൃത്തുക്കൾ നിൽക്കുന്നുണ്ട്, അവരെ കാണിച്ചു തരാം. ടെസ്റ്റിന് വന്നാ അവിടുന്ന് വണ്ടിയും കൊണ്ട് വന്നേക്കുന്നു. കണ്ടു കഴിഞ്ഞാല് ಅವರು ಅಂಕಲ್ ತಗೋ ಹಿಂಗೆ ನೀವು ಹೊಸ್ದಾಗಿ ಆದ್ರಲ್ಲ ಅದಕ್ಕೆ ಸ್ವಲ್ಪ ಜೋರಾಗಿ ಇಲ್ಲಿ ನೋಡ್ಬೇಕು, ಈ ಕಡೆ ನೋಡಿ ಮಾಡ್ಬೇಕು. ಹೆಂಗೆ ಆಕ್ಷನ್ ಇಲ್ಲಿ ಹೆಂಗದ ಬಿಸ್ಕೆಟ್ ಬೇಕಾ? ಬಿಸ್ಕೆಟ್ ಬೇಕಾ? ಯಾಕೆ ಕೊಟ್ಟದು ಬಿಸ್ಕೆಟ್? ട്രെയിനിങ്ങിന് വന്ന കുട്ടിയാണ്. പെങ്കൊച്ചിൻ്റെ ഇവിടെ എന്ന് വെച്ചാൽ ഇവിടെ ട്രെയിനിങ് വന്ന പെൺകുട്ടിയുടെ മോളാണത് ട്രെയിനിങ്ങിന് വന്നേക്കുന്നത്. അപ്പോൾ അവിടെ ആക്കിയിട്ട് അങ്ങനെ പോയി ട്രെയിനിങ്ങിനൊക്കെ പോയിട്ടൊക്കെ വരും. അതാണ് ഇവിടുത്തെയൊക്കെ രീതി. എന്ന് വെച്ച് കഴിഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് കൂടുതലായിട്ട് എംപവർമെൻറ്റ് എന്നുള്ള രീതിയിനകത്ത് ഇവർ സ്പെഷ്യലായിട്ടുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ടാക്കിയേക്കുന്ന ഇവിടെ. പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് LMB ട്രെയിനിങ് കൊടുക്കും, അതിനായിട്ട് ഹെവി കൊടുക്കും ട്രെയിനിങ്. അതാണ് അപ്പോൾ അവരുടെ കൂടെ വന്ന കുട്ടിയുടെ വീഡിയോ ആണ് കണ്ടത്. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ചെറിയ കാര്യങ്ങളേ ഉള്ളൂ, പ്രത്യേകിച്ചൊന്നുമില്ല ഇതിനകത്ത്. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ഇവിടെ ഈ ടെസ്റ്റിന് വേണ്ടി വന്നു. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണിച്ചെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ.